ആക്ടർ രവി മോഹൻ്റെ ഡിവോഴ്സ് ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു കാര്യമാണ്. റീസെൻ്റ് ആയിട്ട് നടന്ന ഈ പ്രസ് മീറ്റിങ്ങിൽ ആക്ടർ തൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംസാരിച്ചു. പുള്ളിയുടെ വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ തൻ്റെ മക്കളെ പോലും കാണാൻ സമ്മതിക്കാത്തൊരു സിറ്റുവേഷനാണ് പുള്ളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൻ്റെ ലൈഫിലെ അമ്മയും വൈഫിൻ്റെ അമ്മയും കൂടെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് പുള്ളി പറയുന്നുണ്ട്. സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും പുള്ളിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ലായിരുന്നു. ഉള്ളതാവട്ടെ ഒരു പേരും തമ്മിലുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട്, അതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ പോലും വൈഫിൻ്റെ കോള് വരുമായിരുന്നെന്നാണ് ഈ ജയൻ രവി പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ എന്താ പറയുക, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും പുള്ളി ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗർ കെനീഷ ഫ്രാൻസിസിനെ കുറിച്ചുള്ള കുറേ ഓൺലൈൻ ട്രോളിങ്ങും പിന്നെ ഇഷ്യൂസും കൂടുതൽ കോൺട്രവേഴ്സീസ് ആക്കിയതിനു ശേഷം സൈബർ ബുള്ളിങ് കാരണമാണ് കെനീഷ ചെന്നൈ വിട്ട് പോകുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് പോലും വരുന്നത്. ഇതിനു ശേഷം എന്താ ചെയ്യുക, ഈ ജയൻ രവി തന്നെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പ്രസ് മീറ്റിംഗ് വിളിച്ചു വരുത്തി. ഇതിൻ്റെ ഇടയിൽ ജയൻ രവി ഓരോ ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷമേ പുള്ളി വേറൊരു പടത്തിൽ പോലും ഇനി പുതിയൊരു പടത്തിൽ പോലും അഭിനയിക്കുള്ളൂ എന്ന് തന്നെ പുള്ളി പറയുന്നുണ്ട്. പേഴ്സണൽ ലൈഫ് നോർമൽ ആവുകയും അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് സ്റ്റോപ്പ് ആവുകയും ചെയ്താൽ മാത്രമാണ് സിനിമയിൽ ആക്റ്റീവായി തിരിച്ചു വരുമെന്നാണ് രവി മോഹൻ പറയുന്നത്.